കുഞ്ഞികൃഷ്ണന് സംരക്ഷണം കൊടുക്കണം. കുഞ്ഞികൃഷ്ണന്റെ ഞാൻ പറഞ്ഞല്ലോ ജീവൻ അപകടത്തിലാണ്, ജീവൻ അപകടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ TP ചന്ദ്രശേഖരനുണ്ടായ അനുഭവം ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ശ്രീമതി രമയും അത് തന്നെയാണ് പറഞ്ഞത്. സെയിം സിറ്റുവേഷനാണ്. പാർട്ടിയിലെ നേതാക്കളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ പോലീസിനുണ്ട്. പോലീസ് നോക്കി നിൽക്കാൻ പാടില്ല. എങ്ങനെ ഞാൻ ചോദിച്ചല്ലോ, സ്പീക്കറോട് ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ഒരാളെ, ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ ചരിത്രത്തിൽ ഞാൻ ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്, റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇത് അനുവദിക്കാൻ അനുമതി തരായിരുന്നത്? ഒറ്റ പറയാൻ അനുമതിയില്ല. CPM പ്രതിരോധത്തിലാവുമ്പോൾ അനുമതിയില്ല, സംസാരിക്കാൻ പാടില്ല. ഇത്രയും അതിക്രമവും ഇത്രയും വൃത്തികേടുകളിൽ നടന്നൊരു സംഭവം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിലല്ലാതെ എങ്ങനെ പറയും? കൊണ്ടുപോയോ, നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊണ്ടുവന്നപ്പോൾ തന്നില്ലല്ലോ. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി പറയാൻ പറ്റില്ല. പ്രതിരോധത്തിലാണ്, CPM പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കി, മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കി കൊടുത്തത്. CPM മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ഉപയോഗിച്ചത് ചെയ്തത്. അനീതിയാണ് സ്പീക്കർ ചെയ്തത്. നിയമവിരുദ്ധ റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഞങ്ങൾ ഒരു വയലേഷനും റൂൾസ് ഓഫ് പ്രൊസീജിയറിന് ഇല്ല. ഞങ്ങളുടെ വേർഡിങ്സ് എല്ലാം കറക്റ്റ്. ഞങ്ങൾ നോക്കിയിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. ഉറപ്പായിട്ടും ഞങ്ങൾ ഗവൺമെന്റാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായത്. ഞങ്ങൾ പിന്തുണ കൊടുക്കും, തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും. രാഷ്ട്രീയമായ പിന്തുണയല്ല. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാൻ പാടില്ല. അദ്ദേഹം ഞങ്ങളുടെ പിന്തുണയൊന്നും തേടി വന്നിട്ടില്ല. അവിടെ പ്രഖ്യാപിക്കാനായിട്ട് എന്താണ് പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയാകും കുഞ്ഞികൃഷ്ണൻ എന്ന് പറയും. ഒരു ചർച്ചയും UDF അതൊക്കെ എന്തിനാണെന്നറിയാമോ? പാർട്ടി വിരുദ്ധനാണ് ഇയാളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുമായിട്ടൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളുമായിട്ട് ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹത്തെ ഈ സംഭവം ഉണ്ടല്ലോ, പണ്ട് ശങ്കരാടിച്ചേട്ടൻ്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഒന്നിൽ പറഞ്ഞവരെ നശിപ്പിക്കുമല്ലോ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. സ്ഥാനാർത്ഥിയാകാൻ പോയതാണ്, മറ്റാണ് മറിച്ചാണ്. ഒരുത്ത പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരായിട്ടുള്ള ആക്ഷേപമാണല്ലോ മുഴുവൻ. ആ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ ഒരു ചർച്ചയും ഒരു തരത്തിലും ഒന്നും നടത്തിയിട്ടില്ല, ഒരു രീതിയിലും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് CPMൻ്റെ സ്വഭാവം വെച്ച് ഞങ്ങൾക്കറിയാം. പോലീസ് ജീപ്പിന് പോലീസിനെ കൊല്ലാൻ വേണ്ടി സ്റ്റീൽ ബോംബ് എറിഞ്ഞ നേതാക്കന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? പോലീസിനെ കൊല്ലാൻ അല്ലേ, ബോംബെറിഞ്ഞ ആളുള്ള സ്ഥലത്ത് പാർട്ടിയെ വിമർശിക്കുന്നവരെ കൊല്ലാൻ എന്തും നടക്കും.